രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന വ്യക്തിയെ ഒന്ന് അടച്ചു മൂടി കെട്ടണം എന്നുള്ളത് ഒരു അജണ്ടയായിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ, ഷാഫി പറമ്പിൽ എന്നൊക്കെ പറയുന്ന വ്യക്തികൾ എപ്പോഴും വലിയൊരു വെല്ലുവിളിയായിരുന്നു. അപ്പൊ ഇവരെ ഒതുക്കുക എന്നുള്ളത് എതിർ കക്ഷികളുടെ ഒരു ആവശ്യമായിരുന്നു. കരുത്തിട്ടൊരു നേതാവ്, ഒരു യുവ നേതാവ് എന്ന് വേണം ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ പറയാൻ. അദ്ദേഹം പേഴ്സണൽ ലൈഫിൽ എന്തോ ആയിക്കോട്ടെ, പക്ഷെ പാർട്ടിയിൽ എനിക്ക് തോന്നുന്നു ഇത്രയും നാൾ നിന്നതിൽ ഏറ്റവും നല്ല രീതിയിൽ തന്നെ പാർട്ടിക്ക് വേണ്ടി അധ്വാനിച്ച് പാർട്ടിക്ക് നല്ല രീതിയിൽ തന്നെ നിന്നുകൊണ്ട് മുന്നേറിയ ഒരാളാണ്. അതുകൊണ്ടാണല്ലോ പാലക്കാട് ഭൂരിപക്ഷത്തിലേറെ ഈ പറയുന്ന ഷാഫി പറമ്പിലിനെക്കാട്ടി റെക്കോർഡ് വിജയം നേടി ഈ രാഹുൽ മാങ്കൂട്ടത്തെ ഇന്നും ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ അനുകൂലിക്കുന്ന ഒരുപാട് പേരുണ്ട്. വിദ്യ ഇപ്പൊ പാർട്ടിക്കുള്ളിൽ ഇല്ല എങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന വ്യക്തി തൻ്റെതായിട്ടുള്ള നിലപാടുകളും അല്ലെങ്കിൽ തൻ്റെതായിട്ടുള്ള സപ്പോർട്ടും കോൺഗ്രസിന് കൊടുക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയ വഴി നമ്മൾ കാണുകയും ചെയ്യുന്നുണ്ട്. അപ്പം ചില ചോദ്യങ്ങൾ ഈ പറയുന്ന LDFനോടാകട്ടെ BJPയോടാകട്ടെ ചോദ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. അത്തരം രീതിയിലുള്ള വലിയ ഒരു വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ താഴത്ത് വരുമ്പോൾ നമുക്കതിൻ്റെ വ്യൂസും കമൻറ്റും ഒക്കെ കാണുമ്പോഴത്തേക്കും എത്രത്തോളം പിന്തുണ ഉണ്ട് എന്നുള്ളത് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. അങ്ങനെ ഒരു കേസിൽ അകപ്പെട്ട് അല്ലെങ്കിൽ കേസിൽ പെടുത്തി ഇത്രയും ക്രൂശിക്കപ്പെട്ട ഒരാൾ ഇപ്പോഴും പാർട്ടിക്കുള്ളിലില്ല. പാർട്ടീൻ്റെ നയം അനുസരിച്ച് പുറത്താണെങ്കിൽ പോലും അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്യാനും അദ്ദേഹം പറയുന്നത് കേൾക്കാനും അദ്ദേഹത്തിനെ വളരെയധികം കൂടെ അടുത്ത് നിന്നുകൊണ്ട് ഇത്തരം നീക്കങ്ങൾക്ക് ഒരു പിന്തുണയേകാനും ഒരുപാട് പേരുണ്ട് എന്നുള്ളതാണ്. അപ്പം ഇതെന്ത് തോന്നുന്നുണ്ട്? അത് രേഷ്മ ഈ പറയുന്ന പോലെ രേഷ്മ പറഞ്ഞ കാര്യങ്ങൾ, അദ്ദേഹം കുറ്റാരോപിതനാണ്. കോടതിയുടെ പരിഗണനയിലുള്ള കേസാണ് ഇപ്പോൾ ഇത്. അപ്പോൾ ജാമ്യത്തിലാണ് അദ്ദേഹം ഇപ്പോൾ ഉള്ളത്. ബഹുമാനപ്പെട്ട കോടതിയുടെ പരിഗണനയിലുള്ളൊരു കേസായതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് ഒരുപാട് സംസാരിക്കാൻ നമുക്ക് നിർവാഹമില്ല. പക്ഷെ എന്നാൽ പോലും എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളൊരു കാര്യമാണ്, ഒരു പീഡന കേസിലാണ് അദ്ദേഹം റിമാൻഡിൽ പോയത്. അതുപോലെ തന്നെ ഈ അടുത്ത കാലത്ത് നമ്മുടെ സംവിധായകൻ രഞ്ജിത്ത് ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് റിമാൻഡിലായിട്ടുണ്ട്. പക്ഷേ ആ വാർത്ത എത്ര മണിക്കൂറുകൾ മാധ്യമങ്ങളിൽ സ്ഥാനം പിടിച്ചു എന്നുള്ളതാണ്. വളരെ ചുരുങ്ങിയ ഒരു സമയം കൊണ്ട് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നു, ഒരു കോടതി ജഡ്ജിയുടെ മുൻപിൽ ഹാജരാക്കുന്നു, റിമാൻഡ് ചെയ്യുന്നു, പോകുന്നു. അതിനപ്പുറത്തേക്ക് ആ വാർത്തയ്ക്ക് വലിയ പ്രാധാന്യം ഉണ്ടായില്ല. അത് ആളുകളുടെ പദവി നോക്കി പദവി നോക്കിയല്ല. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം MLA ആയിരുന്നു, അപ്പൊ അദ്ദേഹത്തിന് പദവിയുണ്ട്. പക്ഷെ അതിനപ്പുറത്തേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന വ്യക്തിയെ ഒന്ന് അടച്ചു മൂടി കെട്ടണം എന്നുള്ളത് ഒരു അജണ്ടയായിരുന്നു. കാരണം അദ്ദേഹം പുറത്തു വന്ന്, നമ്മളിപ്പോഴും ആ കേസിനെ പറ്റി പറയുന്നില്ല. കാരണം ആ കേസിൽ അദ്ദേഹം കുറ്റം ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് പിന്നീട് പുറത്തു വരട്ടെ, അത് നമുക്കറിയില്ല. അതിനപ്പുറത്തേക്ക് അദ്ദേഹത്തെ കൊടുക്കാൻ ഏറ്റവും നല്ല മാർഗം, നമ്മളുടെ ഇടയിൽ ഈ ഒരു കാലഘട്ടത്തിൽ ഒരു വ്യക്തിയെ കൊടുക്കാൻ ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത് സ്ത്രീയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു വിഷയത്തിൽ തന്നെ അദ്ദേഹത്തെ കൂട്ടിക്കെട്ടി എന്നുള്ളതാണ്. ആ സമയത്ത് വന്ന സ്ത്രീ മറ്റേ ശബരിമലയിലെ വിഷയം, സ്വർണ്ണപ്പാളി കവർച്ച കേസ്, ഇതൊക്കെ മുക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു ആയുധമായിരുന്നു അപ്പോൾ എതിർ കക്ഷികൾക്ക് വേണ്ടിയിരുന്നത്. അതിന് അവര് രാഹുൽ മാങ്കൂട്ടത്തിലിനെ വ്യക്തമായും കൃത്യമായും ഉപയോഗിച്ചു എന്നുള്ളതാണ്. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നൊരു വെല്ലുവിളിയും കൂടിയായിരുന്നു. അതെ, അവർക്ക് തീർച്ചയായും രാഹുൽ മാങ്കൂട്ടത്തിൽ, ഷാഫി പറമ്പിൽ എന്നൊക്കെ പറയുന്ന വ്യക്തികൾ എപ്പോഴും വലിയൊരു വെല്ലുവിളിയായിരുന്നു. അപ്പൊ ഇവരെ ഒതുക്കുക എന്നുള്ളത് എതിർ കക്ഷികളുടെ ഒരു ആവശ്യമായിരുന്നു. ഇപ്പം ഭരണത്തിൽ ഇരിക്കുന്നവര് അങ്ങനെ വേണമെങ്കിൽ പറയാം. അതെ, അപ്പോൾ ഇത് അവരുടെ മാത്രമല്ല അല്ലാത്ത കക്ഷികളുടെയും ആവശ്യം ഇതൊക്കെ തന്നെയാണ് അല്ലേ. ഒരു വ്യക്തി വളരെ നല്ല രീതിയിൽ ഉയർന്നു വരിക എന്ന് പറയുമ്പോൾ അത് എതിർ കക്ഷികൾ ആരായാലും അത് അവർക്ക് വലിയൊരു പ്രശ്നമാണ്. പ്രത്യേകിച്ചും ഈ പറയുന്ന LDFന് അന്നത്തെ ഈ ഒരു സ്വർണ്ണപ്പാളി കവർച്ച കേസൊക്കെ രാഹുൽ കൃത്യമായിട്ട് ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഉയർന്നു വന്നു കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നമാവും എന്നറിയാം. അതുകൊണ്ട് അവിടെ എന്താ പറയാ, വെട്ടിക്കളയുക എന്ന് പറയില്ലേ, ആ ഒരു ആശയമാണ് അവർ സ്വീകരിച്ചത്. പലപ്പോഴും നമ്മളിത് പലയിടത്തും കണ്ടിട്ടുണ്ട്. ഇത്തരം പ്രശ്നങ്ങൾ ഈ പാർട്ടിക്കുള്ളിൽ തന്നെ വന്നപ്പോൾ അവർ ഇന്റേണൽ കമ്മിറ്റി കൂടുകയും അത് ചർച്ച ചെയ്ത് ഒത്തുതീർപ്പാക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനത്തെ ഒരു രീതി എപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ ഈ ഇലക്ഷനിലേക്ക് വന്നു കഴിയുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ പ്രാധാന്യം എത്രമാത്രം ഈ ഇലക്ഷനെ സ്വാധീനിച്ചിട്ടുണ്ട് എന്നുള്ളത് അറിയാനായിട്ട് രേഷ്മ നേരത്തെ പറഞ്ഞ പോലെ അദ്ദേഹത്തിന്റെ FB പോസ്റ്റുകൾ വായിച്ചാൽ മതിയാവും. കഴിഞ്ഞ ഒരു 10 ദിവസമായി രാഹുൽ മാങ്കൂട്ടത്തിൽ നടന്നു. അതിനപ്പുറത്തേക്ക് നമുക്ക് പോകണ്ട, ഈ 10 ദിവസത്തെ എടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം ഉന്നയിക്കുന്ന കാര്യങ്ങൾ, അതിന് താഴെ വരുന്ന കമന്റുകൾ, അതിന് വരുന്ന ലൈക്കുകൾ, അതിന്റെ വ്യൂസ്, ഇത് കാണുമ്പോൾ നമുക്ക് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് അദ്ദേഹം ഇട്ടിരിക്കുന്ന ഒരു വീഡിയോയ്ക്ക് വന്നിരിക്കുന്ന വ്യൂസ് എന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കാവുന്നതിന് അപ്പുറമാണ്. അതായത് അദ്ദേഹം ഇടുന്ന വീഡിയോ കാണാൻ അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലും കഴമ്പുണ്ട് എന്ന് ചിന്തിക്കുന്ന ഒരു ഭാഗം ഇപ്പോഴും ബാക്കി നിൽക്കുന്നത്, ചെറിയ ഭാഗമല്ല, ഒരു വലിയ വിഭാഗം ബാക്കി നിൽക്കുന്നുണ്ട് എന്നാണ് ആ കമന്റുകളൊക്കെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന വ്യക്തിയെ അടിച്ചമർത്താൻ ശ്രമിച്ചവർക്ക് അദ്ദേഹം ഈസ്റ്ററിന് വന്നിട്ടിരിക്കുന്ന ഒരു പോസ്റ്റിൽ പറയുന്നത്,
ചാട്ടവാറ് കൊണ്ട് അടിച്ചും കുന്തം കൊണ്ട് കുത്തിയും കുരിശിലേറ്റിയാൽ കുരിശിലേറ്റപ്പെട്ടവരൊക്കെ ഉയർത്തെഴുന്നേറ്റിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പം ഒരു കുരിശേറ്റവും വെറുതെ ആയിട്ടില്ല, അതായത് ഉയർത്തെഴുന്നേൽപ്പ് ഉണ്ട് എന്നാ പറയുന്നത്. അപ്പോൾ ഒരുപാട് സഹിച്ചിട്ടുണ്ട്, പക്ഷെ ഉയർത്തെഴുന്നേൽപ്പ് തീർച്ചയായും ഉണ്ടാവുമെന്ന് വളരെ വ്യക്തമായി പറയുന്ന എന്നിട്ട് ഈ എല്ലാവർക്കും ഈസ്റ്റർ ദിനാശംസകൾ നേരുന്നുണ്ട് അദ്ദേഹം. അപ്പോൾ പറയുന്നത് കുരിശിലേറ്റപ്പെട്ടവനാണ് ഞാൻ തിരിച്ചു വരും, അത് നിൽക്കട്ടെ, എന്തുമായിക്കൊള്ളട്ടെ, അദ്ദേഹം അത് എല്ലാവരും അവരോരോ കാര്യങ്ങളെ പറയുള്ളൂ, അതിലേക്ക് നമുക്ക് പോകണ്ട. പക്ഷേ എന്നാൽ പോലും ഇതെല്ലാം കാണുകയും അതിനൊക്കെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന ഒരു വിഭാഗം കൂടെ ഉണ്ടെന്നുള്ളതാണ്. അതുപോലെ തന്നെ പാർട്ടി പുറത്താക്കി, കുറ്റാരോപിതനായിട്ടുള്ളൂ അല്ലെങ്കിൽ കുറ്റം തെളിയിക്കപ്പെട്ടിട്ടില്ല എങ്കിൽ പോലും പാർട്ടി അദ്ദേഹത്തെ കൈവിട്ട് കളഞ്ഞു. ഒരു വലിയ പാർട്ടിയുടെ അവസ്ഥ അതാണ്. കാരണം പാർട്ടിക്ക് നിലനിൽക്കണമെങ്കിൽ ഒരുപക്ഷെ അദ്ദേഹത്തെ പിടിക്കാതിരിക്കണം എന്നായിരിക്കാം. അദ്ദേഹത്തെ കൈവിട്ടു. പക്ഷേ എന്നാൽ പോലും അദ്ദേഹം ചെയ്യുന്ന ഓരോ പോസ്റ്റും കൃത്യമായിട്ട് ഈ ചൂരൽമലയിൽ ഉണ്ടായിരിക്കുന്ന ദുരന്തത്തില് വീട് വെച്ച് കൊടുത്തവരുടെ കണക്കുകൾ പറഞ്ഞ രാഹുൽ ഗാന്ധിയുടെ ഒരു കൈത്താങ്ങ എന്ന് പറയുന്ന ആ ഒരു സംരംഭമുണ്ട്. അപ്പോൾ സംരംഭമല്ല, ആ ഒരു ആശയമുണ്ട്. ആ ആശയവുമായി ബന്ധപ്പെട്ട് 94 പേർക്കാണ് വീട് വെച്ച് കൊടുത്തിരിക്കുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്താവശ്യം പാർട്ടി പുറത്താക്കിയ ഒരു വ്യക്തിക്ക് പറയാൻ? പക്ഷേ പാർട്ടി പുറത്താക്കിക്കോട്ടെ, ഞാനെന്നും കോൺഗ്രസ്സുകാരനായിരിക്കും എന്ന് പറയുന്ന അടിസ്ഥാന ആ ഒരു വികാരമാണ് അദ്ദേഹത്തെ കൊണ്ട് ഇതൊക്കെ പറയിപ്പിക്കുന്നത്. പക്ഷേ ഈ ഇപ്പം ദിവ്യ പറഞ്ഞൊരു കാര്യമുണ്ട്, അതായത് ഈ സംവിധായകൻ രഞ്ജിത്തിനെതിരെ എത്ര മണിക്കൂർ മാധ്യമങ്ങൾ അതിനെതിരെ പുറത്തോട്ട് പോയി, അല്ലെങ്കിൽ ഇപ്പൊ അതിന്റെ അവസ്ഥ എന്താന്നുള്ളത്. അതിനകത്ത് രണ്ട് കാര്യമുണ്ട്. കേരള രാഷ്ട്രീയത്തില് കേരള ഇന്നേ വരെയുള്ള ഒരു വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വലിയൊരു പ്രശ്നമല്ല, ഒരു നേർക്കുനേർ അങ്കത്തട്ടിലേക്ക് ഇറങ്ങുന്ന രണ്ടേ പേരേ ഉള്ളൂ. ഒന്ന് കോൺഗ്രസും ഒന്ന് CPM ആണ്. ഈ രണ്ട് അംഗങ്ങളല്ലാതെ ബാക്കിയുള്ളവരെല്ലാം അതിന്റെ താഴെ അല്ലെങ്കിൽ താഴെക്കിട കിടന്ന് എന്തെങ്കിലുമൊക്കെ രീതിയിലേക്ക് പോകുന്നത്. ഇതിനകത്ത് BJP തൽക്കാലം കൂട്ടിയിട്ടേ ഇല്ല കേരളം. അപ്പം ഈ കേരളത്തിന്റെ രാഷ്ട്രീയത്തിൽ എന്നും ആ ഒരു അങ്കത്തട്ടിലേക്ക് ഇറങ്ങുന്ന രണ്ടുപേര് ഈ LDF UDF ആയതുകൊണ്ട് തന്നെ LDFന്റെ ചില കാര്യങ്ങൾ അല്ലെങ്കിൽ അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ, അവരുടെ ചില കള്ളത്തരങ്ങൾ എടുത്തു പറയുന്ന ഏറ്റവും നല്ല കരുത്തുറ്റ യുവാക്കളിൽ ഒന്നായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ. അത്തരം ഒരു നീക്കങ്ങളിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ ഷാഫി പറമ്പിലും വരുമ്പോൾ എന്നും CPMന് വലിയൊരു വെല്ലുവിളിയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് വലിയൊരു ഗൂഢാലോചന ഉണ്ട് എന്ന് ഈ ഒരു 24-ന് ഇറങ്ങിയപ്പോൾ, അതായത് ജാമ്യം കിട്ടി പുറത്തിറങ്ങിയപ്പോൾ ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തെ ഒരു എക്സ്ക്ലൂസീവ് ഇന്റർവ്യൂ കൊടുത്തത് എല്ലാവരും കണ്ടതായിരുന്നു. അപ്പോൾ അതിനകത്ത് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നുണ്ട്, എന്നെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ടീമുണ്ട്, ഒരു ഗൂഢാലോചനയുണ്ട്, ഒരു കിങ് പിൻ ഉണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത്തരം നീക്കങ്ങളിലേക്ക് നോക്കുകയാണെങ്കിൽ ശരിയാണ്. കാരണം രാഹുൽ മാങ്കൂട്ടത്തിനെ കടന്നാക്രമിച്ചായിരുന്നു അന്ന് മാധ്യമങ്ങൾ ഉൾപ്പെടെ വാർത്ത ചെയ്തിരുന്നത്. എന്നാൽ ഇതിന്റെ ഒരു സാരാംശം എന്ന് പറയുന്നത് കോടതി പോലും അദ്ദേഹം കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയിട്ടില്ല. മാത്രമല്ല ജാമ്യം അദ്ദേഹത്തിന് അനുവദിക്കുകയും ചെയ്തു. പിന്നീടുള്ള കേസുകളെല്ലാം കിടക്കുകയാണ്. ഇവർ ഈ കോടതിയിൽ എത്തുന്നതിന് മുമ്പേ പ്രതിയാക്കി, കുറ്റക്കാരനാക്കി, പോലീസും അതിന്റെ മാധ്യമങ്ങളും എല്ലാം അതിന്റെ പുറകെ പോകുമ്പോഴും കോടതിയിൽ ഈ സംഭവം അതായത് ആ ഒരു സമയം വരെയും കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയിട്ടില്ലായിരുന്നു. പിന്നീടാണ് ഓരോ കേസ് അനുസരിച്ച് ഇപ്പൊ വരുന്നത്. ഇപ്പൊ നിലവിൽ ആ കേസിന്റെ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. വിദ്യ പറയുന്നത് പോലെ തന്നെ ഈ ഒരു ഇടയില് മുങ്ങിപ്പോയൊരു സംഭവമായിരുന്നു സ്വർണ്ണക്കൊള്ള വിഷയം എന്ന് പറയുന്നത്. അപ്പൊ ഈ സ്വർണ്ണക്കൊള്ള വിഷയവും അതിനനുബന്ധമായിട്ടുള്ള പല വിഷയങ്ങളും അതിന് ചോദ്യം ഉയരും എന്നുള്ള കാര്യം തീർച്ചയായിട്ടും അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം നേതാക്കളെ ഒരു സ്കെച്ച് മാർക്ക് ചെയ്തിട്ട് CPM ഒതുക്കാൻ നോക്കി. അതിനകത്ത് ഏറ്റവും കരുത്തുറ്റൊരു നേതാവ്, ഒരു യുവ നേതാവ് എന്ന് വേണം ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ പറയാൻ. അദ്ദേഹം പേഴ്സണൽ ലൈഫിൽ എന്തോ ആയിക്കോട്ടെ, പക്ഷെ പാർട്ടിയിൽ എനിക്ക് തോന്നുന്നു ഇത്രയും നാൾ നിന്നതിൽ ഏറ്റവും നല്ല രീതിയിൽ തന്നെ പാർട്ടിക്ക് വേണ്ടി അധ്വാനിച്ച് പാർട്ടിക്ക് നല്ല രീതിയിൽ തന്നെ നിന്നുകൊണ്ട് മുന്നേറിയ ഒരാളാണ്. അതുകൊണ്ടാണല്ലോ പാലക്കാട് ഭൂരിപക്ഷത്തിലേറെ ഈ പറയുന്ന ഷാഫി പറമ്പിലിനെക്കാട്ടി റെക്കോർഡ് വിജയം നേടി ഈ രാഹുൽ മാങ്കൂട്ടത്തെ. എന്തിനേറെ പറയുന്നു, ഇത്രയും പ്രശ്നം വന്നു, ഇത്രയും സ്ത്രീ സുരക്ഷ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് കുറേ പേര് വരുന്നു, തള്ളിക്കളയുന്നു എന്നൊക്കെ പ്രശ്നങ്ങൾ ഈ CPMന്റെ ഭാഗത്തും അല്ലാതുള്ളതൊക്കെ നടക്കുമ്പോഴും ഇന്നും ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ അനുകൂലിക്കുന്ന ഒരുപാട് പേരുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു പോസ്റ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും അദ്ദേഹത്തെ ഇപ്പോഴും സ്നേഹിക്കുന്ന ആളുകളുണ്ടെന്ന്. കാരണം അദ്ദേഹത്തിന്റെ പേഴ്സണൽ ലൈഫോ അല്ലെങ്കിൽ പേഴ്സണൽ രീതികളോ അല്ല അവിടുത്തെ ജനങ്ങൾ കണ്ടിട്ടുള്ളത്. അവരൊരു പാർട്ടി നേതാവിനെയാണ് കണ്ടത്. അവിടെ ആ ഒരു പാർട്ടി നേതാവ് എന്ന നിലയ്ക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തു വെച്ചതല്ല. അത് തീർച്ചയായും സത്യമാണ്. അതായത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ ജീവിതം ഒരിക്കലും ജനങ്ങൾ കണക്കാക്കാൻ ഒരു പ്രത്യേക വിഭാഗം അതിനെ
പരിഗണിക്കുന്നുണ്ടായിരിക്കാം. പക്ഷേ മറുവിഭാഗം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെയാണ്. അദ്ദേഹം ആ ഒരു പുതിയ പുതിയ ആശയങ്ങൾ കൊണ്ടുവരിക, അത്തരം കാര്യങ്ങൾ. ഇപ്പം നമ്മൾ ഈ ഫേസ്ബുക്ക് പോസ്റ്റിനെ പറ്റി ചിന്തിക്കുമ്പോൾ പോലും അദ്ദേഹം ഈ ഒരു പോസ്റ്റിനെ നേരത്തെ പറഞ്ഞു, കൈത്താങ് എന്ന് പറയുന്ന പദ്ധതിയെ പറ്റി അദ്ദേഹം പറയുന്നത് UDF പ്രവർത്തകർക്ക് പോലും പലപ്പോഴും അറിയാൻ കഴിയാത്ത കാര്യങ്ങളാണ്. അദ്ദേഹം ഒന്നേ പറയുന്നുള്ളൂ, നമ്മൾ ചെയ്തതിനെ ഒരിക്കലും വിളിച്ചു പറഞ്ഞ് നടക്കണമെന്നല്ല പറയുന്നത്, പക്ഷെ ചെയ്തിട്ടില്ല എന്ന് മറ്റൊരുവരും പറഞ്ഞാൽ അത് അങ്ങനെയല്ല എന്ന് ചൂണ്ടിക്കാണിക്കാനുള്ള ധൈര്യം നമുക്ക് വേണം എന്ന് പറഞ്ഞിട്ടാണ് ഇത് പറയുന്നത്. അപ്പൊ അങ്ങനെ ഒരാളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. അപ്പോൾ അതിന് ആ ഒരു സമയത്തേക്ക് വരുമ്പോൾ അദ്ദേഹം ആ പോസ്റ്റിൽ പറയുന്ന മറ്റൊരു കാര്യം, LDF ചോദിക്കുന്നത് എന്താണ് വയനാട്ടിൽ ഇപ്പോൾ നമ്മളുടെ പ്രിയങ്ക ഗാന്ധി ചെയ്തത് എന്നാണ്. അദ്ദേഹം അതിനും വ്യക്തമായ മറുപടി പറയുന്നുണ്ട്. വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധി 40 തൊഴില്, അതായത് ചെറുകിട സംരംഭകർക്ക് അന്ന് ആ സമയത്ത് ജോലി നഷ്ടപ്പെട്ടു പോയ അല്ലെങ്കിൽ കടകളൊക്കെ നശിച്ചു പോയ അവർക്ക് ഒരു വ്യക്തിക്ക് 50 ലക്ഷം രൂപ വീതം കൊടുത്ത് 40 പേർക്ക് ഏകദേശം 2 കോടി രൂപയുടെ സഹായം അവിടെ ചെയ്തിട്ടുണ്ട് എന്നാണ്. ഇത് ഒരു വ്യക്തിയുടെ കയ്യിൽ നിന്നും പിരിച്ചുണ്ടാക്കുന്ന കാശല്ല, ഇതൊക്കെ MP ഫണ്ടിൽ നിന്ന് MLA ഫണ്ടിൽ നിന്നൊക്കെ തന്നെ ഉപയോഗിക്കുന്ന ക്യാഷുകളാണ്, ക്ഷമിക്കണം, MLA ഫണ്ടിൽ നിന്നൊക്കെ ഉപയോഗിക്കുന്ന ക്യാഷുകളാണ്. അപ്പോൾ ഇതൊക്കെ അദ്ദേഹത്തിന്റെ MP ഫണ്ടിൽ നിന്നും എടുക്കുന്ന ഫണ്ട് തന്നെയാണ്, അതല്ല ഒരു വ്യക്തിയുടെ കയ്യിൽ നിന്നോ അല്ലെങ്കിൽ അങ്ങനെ ഒരു രീതിയിലും പിരിക്കുന്നതല്ല. ഇപ്പൊ ഇത് പറയേണ്ട ഒരു ആവശ്യവും രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ ഒരു സമയത്തില്ല, കാരണം അദ്ദേഹത്തെ പുറത്താക്കിയതാണ്, പിന്നെ എന്തിനു പറയണം. പക്ഷെ എന്നാൽ പോലും ഞാൻ അവിടെ ഇല്ലെങ്കിൽ എനിക്ക് സ്ഥാനം കിട്ടണമെന്നല്ല അദ്ദേഹം അപ്പം ആഗ്രഹിക്കുന്നത്, എന്റെ പാർട്ടിക്ക് സ്ഥാനം കിട്ടണം, എന്റെ പാർട്ടി വളരണമെന്നാണ്. അപ്പൊ അതിനുവേണ്ടിയാണ് അദ്ദേഹം ഈ കാണുന്ന എല്ലാ പോസ്റ്റുകളും നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുന്ന ഒന്നാണ്. അദ്ദേഹത്തിന്റെ ഉയർപ്പ് തീർച്ചയായും ഉണ്ടാവും. ആ സമയത്തും പാർട്ടി ഇങ്ങനെ സ്ട്രോങ് ആയിട്ട് ഇവിടെ വേണം എന്നൊരു ആ ഒരു ആശയത്തിൽ മാത്രമാണ് അദ്ദേഹം കൃത്യമായിട്ട് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്നത്. അതിന് താഴെ ആളുകൾ കമന്റ് ഇടുമ്പോൾ നമുക്കിത് വായിച്ചാൽ മനസ്സിലാവുന്ന കാര്യം, ഏതൊരു സാധാരണക്കാരനും മനസ്സിലാവുന്ന ഒരേ ഒരു കാര്യമേ ഉള്ളൂ, ആരൊക്കെ തള്ളി പറഞ്ഞാലും ഒരു വിഭാഗം ജനങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കൂടെ ഇപ്പോഴും വ്യക്തമായും ശക്തമായും ഉണ്ട്. ഇവിടെ ഒരു ചെറിയ കാര്യം കൂടി സൂചിപ്പിച്ചു പോകാം, കാരണം ഇതിൽ ആവശ്യമില്ല എങ്കിൽ തന്നെ ഞാൻ പറയണേ, ഇത്രയും കടന്ന് ആക്രമിക്കുന്ന CPM ഒരു കാര്യം ഓർക്കണം, മന്ത്രി ഗണേഷ് കുമാറിന്റെ ഭാര്യ, സ്വന്തം ഭാര്യ പരാതി കൊടുത്തിട്ട് പോലും അത്തരം നീക്കങ്ങളിലേക്കോ ഇപ്പോൾ ഒരു വാർത്തകളിലേക്കോ യാതൊരു മാധ്യമ പ്രവർത്തകരും അല്ലെങ്കിൽ പോലീസുകാരും ചെന്നിട്ടില്ല എന്നുള്ളതാണ്. അവര് സ്വയമേധ അതിൽ കേസ് കൊടുക്കുന്നില്ല എന്ന് തന്നെ പറഞ്ഞു. ഒന്ന് ആലോചിച്ച് നോക്കിയേ, വേറെ നാട്ടിലെ ഏതെങ്കിലും സ്വന്തം എന്നുള്ളതാണ്. അപ്പൊ ആ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ കോൺഗ്രസിലായിരുന്നെങ്കിൽ ഇന്ന് വലിയൊരു പ്രശ്നമായേനെ. പക്ഷെ എന്നിട്ട് പോലും അത് ഒരു ഒത്തുതീർപ്പാക്കി അത് പാർട്ടിക്ക് അനുകൂലമാക്കി. ഗണേഷ് കുമാറിനെ പലപ്പോഴും നമുക്കറിയാവുന്ന കാര്യമാണ്, LDF-നകത്ത് വരുന്ന ഇത്തരം എത്രയോ കേസുകൾ LDF-നകത്ത് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതൊക്കെ മാധ്യമങ്ങളിലേക്ക് പോലും അല്ലെങ്കിൽ ഒരു പോലീസിലേക്ക് പോലും പോവാതെ ആഭ്യന്തര ചർച്ചകൾ നടത്തി പരിഹരിക്കുന്ന നയമാണ് എപ്പോഴും LDF സ്വീകരിക്കാറുള്ളത്. പക്ഷെ ഇവിടെ ഒരു കാര്യം കൂടി ഉണ്ട്, ഞാൻ ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളിലല്ല, അദ്ദേഹം ഒരു പൊതുപ്രവർത്തകനായിട്ട് അല്ലെങ്കിൽ ഒരു നേതാവായിട്ട് നിന്നപ്പോൾ ജനങ്ങൾക്കുണ്ടായ ഒരു കാര്യം. പക്ഷേ ഇവിടെ ഗണേഷ് കുമാറിന്റെ കാര്യത്തിൽ ഞാൻ ഗണേഷ് കുമാറിന്റെ പേഴ്സണൽ ലൈഫിൽ മാത്രമാണ് പറഞ്ഞത്. അദ്ദേഹത്തിന്റെ വ്യക്തിപരമല്ലാതെ അദ്ദേഹം ഒരു നേതാവായിട്ട് നിന്നതുകൊണ്ട് അവിടുത്തെ ജനങ്ങൾക്ക് ഗുണമാണ് ഉണ്ടായിട്ടുള്ളത്. ഏറ്റവും നല്ല രീതിയിൽ തന്നെയാണ് അവിടെ അദ്ദേഹത്തിന്റെ വികസനങ്ങൾ കൊണ്ടുവന്നത്. അതൊരിക്കലും അല്ല എന്ന് പറയാൻ നമുക്ക് സാധിക്കത്തില്ല, കാരണം അദ്ദേഹത്തിന്റെ നാട്ടിൽ പോയാൽ തന്നെ കാണാൻ സാധിക്കും. രാഹുൽ മാങ്കൂട്ടത്തിനെ പറ്റി പക്ഷേ അവിടെ 2 കാര്യമുണ്ട് പറയുന്നത്, അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെയാണ് ജനങ്ങൾ അനുകൂലിക്കുന്നത്. പക്ഷേ ഇപ്പോഴും ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വ്യക്തിപരമായിട്ടുള്ള ഈ പ്രശ്നങ്ങളിൽ അങ്ങ് കുഴിയിലേക്ക് തള്ളിയിട്ടിരിക്കുകയാണ് CPM. അത് രേഷ്മ തിരിച്ചു വന്നു കഴിഞ്ഞാൽ ശക്തനായ എതിരാളിയാണ്, പിടിച്ചു കെട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും, അപ്പൊ വളരാൻ അനുവദിച്ചുകൂടാ എന്നുള്ളൊരു നയമില്ലേ, അതാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. പക്ഷെ എന്നും രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ചിടത്തോളം പാർട്ടി അല്ലാതെ വേറൊന്നുമില്ല, അതുകൊണ്ട് തന്നെ വേറൊരു തരത്തിലും പോയില്ല എന്നുള്ള ഉറച്ച നിലപാട് തന്നെയാണ്. നമ്മൾ ഇറാൻ വിഷയം പറയുമ്പോൾ ഇറാൻ നിലപാട് എടുക്കുന്നത് പോലെ തന്നെയാണ് ഇവിടെ കേരളത്തിൽ വരുമ്പോൾ രാഷ്ട്രീയ രീതിയിലേക്ക് നോക്കുമ്പോൾ ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ ഉറച്ച നിലപാടെടുത്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്.